സാഹിത്യനഗരമായ കോഴിക്കോട് നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഇന്ന് തിരശ്ശീല വീഴുകയാണ്. ഉദ്ഘാടന ചടങ്ങിൽ എം.ടി. വാസുദേവൻ നായർ നടത്തിയ രാഷ്ട്രീയ വിമർശനത്തെ തുടർന്ന് ഇത്തവണത്തെ KLF ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായിരുന്നു. വിശദാംശങ്ങളുമായി റിയാസ് KM ചേരുകയാണ്. റിയാസ്, ഈ പറഞ്ഞതുപോലെ എം.ടിയുടെ വിമർശനമാണ് KLFലെ വലിയ അർത്ഥത്തിലൊരു ചർച്ചയിലേക്ക് വേദിയാക്കിയത്. ഇന്നത്തെ ദിനം അവസാനിക്കുമ്പോൾ എന്തൊക്കെയാണ് അവിടെയുള്ള പരിപാടികൾ? തീർച്ചയായും ജിംഷാദ്, KLF സാധാരണ ഒരു ഉത്സവാന്തരീക്ഷത്തിൽ നടക്കാറുള്ള ഒരു സാഹിത്യോത്സവം മാത്രമായി പരിണമിക്കുമായിരുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇത്തവണ അത് കൂടുതൽ ചർച്ചയാവുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ നമ്മുടെ മലയാള ദിനപത്രങ്ങളുടെ മെയിൻ ലീഡായി മാറുന്നു. ചാനലുകളുടെ വാർത്താ ഹെഡ്സുകളിൽ KLFന്റെ പരിപാടി ഇടം നേടുന്നു എന്ന് വന്നത് M.T. വാസുദേവൻ നായരെ പോലെ പരിണിതപ്രജ്ഞനായ ഒപ്പം തന്നെ ജ്ഞാനപീഠ ജേതാവായ ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ വിമർശനം അത് ആർക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നത് എന്ന ചോദ്യം അത് അധികാരപ്രമത്തതയുള്ള ആർക്കെതിരെയുമാകാം എന്ന ആണ് കൃത്യമായ ഉത്തരമെങ്കിലും അത് രാഷ്ട്രീയപരമായി വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ അത് ഇന്നലെ ശശി തരൂർ പറഞ്ഞതുപോലെ അത് ഡൽഹിയിലിരിക്കുന്നയാൾക്കും തിരുവനന്തപുരത്തിരിക്കുന്നയാൾക്കും ബാധകമാണ് എന്ന തരത്തിലായി കാര്യങ്ങൾ വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യമെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ CPIM അതിനെ വലിയ തോതിൽ ചർച്ചയാക്കാത്ത രീതിയിൽ അത് MTയുടെ ഒരു വിമർശനമായി മാത്രം കണ്ടുകൊണ്ട് അത് സർക്കാരിനെതിരെയല്ല എന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനത്തിൽ എല്ലാം തന്നെ ആ ചർച്ച നിയന്ത്രിച്ചു കൊണ്ടുവരാൻ CPIM-നും സാധിച്ചു എന്നതിൽ ഏറെ ആശ്വാസകരമായ ഒരു കാര്യം. അങ്ങനെ KLFനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിനും അപ്പുറം ചില ചർച്ചകൾ കൂടി ഉണ്ടായി. ഇന്നലെ നടൻ പ്രകാശ് രാജ് അയോധ്യ വിഷയത്തിലുള്ള നിലപാട് വളരെ സുവ്യക്തമായി പ്രഖ്യാപിക്കുന്നു. അയോധ്യയിൽ രാമക്ഷേത്രം പണിയുന്നതിനെയല്ല ആരും എതിർക്കുന്നത്, അതിനും അപ്പുറം ഇതിന്റെ പേരിൽ നടക്കുന്ന രാഷ്ട്രീയവും നാടകവുമാണ് എതിർക്കുന്നത്. പ്രധാനമന്ത്രി ക്ഷേത്രം വൃത്തിയാക്കുമ്പോൾ തന്നെ പ്രധാനമന്ത്രി നടക്കുന്നത് ചുവപ്പ് പരവതാനി വിരിച്ചാണ് എന്ന കൃത്യമായ രാഷ്ട്രീയ നിലപാട് നടൻ പ്രകാശ് രാജിനെ പോലുള്ളവരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു സാഹചര്യം. ഒപ്പം തന്നെ ഭരണഘടന നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് മന്ത്രി P. രാജീവ്, മന്ത്രിയും എഴുത്തുകാരനും ഒക്കെ ആയിട്ടുള്ള P. രാജീവ് അദ്ദേഹത്തിന്റെ സെഷനിൽ NE സുധീറുമായി സംവദിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഒപ്പം തന്നെ മലയാളിയുടെ സദാചാര ബോധത്തിന്റെ തലയ്ക്ക് അടിച്ചുകൊണ്ട് ഷക്കീല പോലുള്ളവർ സംസാരിക്കുന്ന സാഹചര്യം KLFന് സാധിച്ചു. ആ KLFന് ഇന്ന് തിരശ്ശീല വീഴുമ്പോൾ കൈലാഷ് സത്യാർത്ഥിയെ പോലുള്ള നൊബേൽ സമ്മാന ജേതാക്കൾ, റസൂൽ പൂക്കുട്ടിയെ പോലുള്ള ഓസ്കാർ ജേതാവ്, ഒപ്പം തന്നെ ബൃന്ദ കാരാട്ട് അടക്കമുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ ഇന്നത്തെ സെഷനിൽ ഉണ്ടാകും. ജിംഷാദ്, തീർച്ചയായും ബൃന്ദ കാരാട്ട് അടക്കമുള്ളവർ വരുന്നുണ്ട്. സ്വാഭാവികമായും തൊട്ടു മുമ്പ് ഉയർന്ന രാഷ്ട്രീയമായ പല വിഷയങ്ങളിലുമുള്ള തുടർ ചർച്ചകൾ എന്ന നിലയിൽ കൂടി ആ വേദി ഇന്നും പ്രസക്തമാകും തിരശ്ശീല വീഴുന്ന ദിനത്തിലും എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. എന്തായിരുന്നാലും